അപ്പുറം എന്താ വേണ്ടത്? ആ ഒരു സൗഭാഗ്യം നമുക്ക് ലഭിച്ചാൽ തന്നെ രക്ഷപ്പെട്ടു. മലക്കുകളുടെ പ്രാർത്ഥന ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ മലക്ക് ദുആ ഇറക്കുന്നല്ലേ? ഒരു രോഗിയെ സന്ദർശിച്ചാൽ, കൊറോണ വന്നതിന് ശേഷം രോഗസന്ദർശനം എന്ന് പറയുന്ന സംഗതി വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ആൾക്കാർക്ക് പേടിയാ. ഒരാൾക്ക് പനി എന്ന് പറഞ്ഞാൽ അവിടെ അടുക്കൂല, എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാൽ കാണാൻ പോകില്ല, വിട്ടു നിൽക്കുക. കൊറോണ എന്ന് പേടിച്ചിട്ട്. കൊറോണ ഒക്കെ കഴിഞ്ഞു. രോഗസന്ദർശനം വലിയ കൂലിയാണ്. പരക്കുന്ന അസുഖമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒന്ന് വിട്ടുന്നാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത് പോയി സന്ദർശിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്കറിയോ, രോഗിയെ കൊണ്ട് ദുആ രപ്പിക്കണം എന്നാണ്. രോഗി ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അത്താവുല്ലാ തങ്ങളവറുകൾ യാത്ര ചോദിക്കുകയാണ്. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസും ആഫിയത്തും സലാമത്തും അവരുടെ അസുഖത്തിന് ശമനവും അള്ളാഹു നൽകട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു ശിഫ നൽകട്ടെ, പരിപൂർണമായ ശിഫ നൽകട്ടെ, പരിപൂർണമായ ആഫിയത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരും പ്രയാസപ്പെടുത്തരുത്, തങ്ങളങ്ങ് കടന്നു പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുക. ജസാക്കുമുല്ലാഹു ഖൈർ. ഇദാ ആദ റജുലു അഖൻ മരീദൻ ഫില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചതമ്പുരാനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം ഒരു മുഅ്മിനായ മനുഷ്യനെ രോഗിയായി കിടക്കുമ്പോൾ നിങ്ങൾ സന്ദർശിക്കാൻ പോയാൽ, ഒരാളെ സന്ദർശിക്കാൻ പോവാണ്, മശാ മഅഹു 70,000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹ്. നിങ്ങൾ പോകുമ്പോൾ ബൈക്കിലായിരിക്കാം, ബസ്സിലായിരിക്കാം, നടന്നു പോയിരിക്കാം, കാറിലായിരിക്കാം, ഓട്ടോറിക്ഷയിലായിരിക്കാം. നിങ്ങളുടെ കൂടെ 70,000 മലക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ. യാ അല്ലാഹ്, ഇങ്ങനെയൊക്കെ കൂലിൻ്റെയായിട്ട് എന്തിനാ മുഅ്മിനീങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതൊക്കെ? നമ്മുടെ ചുറ്റുവട്ടത്തും അള്ളാഹു റഹ്മത്തിൻ്റെ വഴികൾ വെച്ചിരി. അതുകൊണ്ടാണ് ഏത് രോഗവും എന്ത് പ്രയാസത്തിലും ഖൈറുണ്ടെന്നല്ലേ. നമുക്ക് പ്രത്യക്ഷത്തിൽ അതൊരു ബുദ്ധിമുട്ടാന്ന് തോന്നും. അവിടെ ആ രോഗി ഉള്ളത് കൊണ്ടാണ് ആ രോഗിക്ക് സുബറിൻ്റെ കൂലി, ആ രോഗിയെ പരിചരിക്കുന്നവർക്ക് കൂലി, ആ രോഗിയെ സന്ദർശിക്കുന്നവർക്ക് കൂലി, ആ രോഗിയെ ചികിത്സിക്കുന്നവർക്ക് കൂലി, എല്ലാവർക്കും പ്രതിഫലം. ഇത് കിട്ടണമെങ്കിൽ അവിടെ രോഗം വേണ്ടേ? ആ ഒരു രോഗം കൊണ്ടല്ലേ ഇത് കിട്ടുള്ളൂ. ഇതുപോലെ ക്ഷമിക്കണം, ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാഹ് ക്ഷമിക്കുന്നവരോട് കൂടെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രയാസം വരണം, അപ്പോഴല്ലേ ക്ഷമിക്കാൻ പറ്റുള്ളൂ. പ്രയാസം അല്ലാണ്ട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റുക? അപ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോഴല്ലേ ക്ഷമിച്ചാലേ കൂലി കിട്ടുള്ളൂ. അതിന് പ്രയാസം വരുന്നത് റഹ്മത്താണ്, രോഗം വരുന്നത് റഹ്മത്താണ്. നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. 70,000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹ്. നിങ്ങളെ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ 70,000 മലക്കുകളെ, ബൈത്തുൽ മഅമൂർ തവാഫ് ചെയ്യുന്ന മലക്കുകളുടെ എണ്ണാണത് 70,000. എല്ലാ ദിവസവും കഅബയുടെ നേരെ മുകളിലുള്ള 7-ാം ആകാശത്തു നിബിതങ്ങൾ കണ്ട അൽ ബൈത്തുൽ മഅമൂർ എന്ന അള്ളാഹുവിൻ്റെ ആകാശലോകത്തെ കഅബ, ആ കഅബയെ ഒരു ദിവസം 70,000 മലക്കുകൾ തവാഫ് ചെയ്യുന്നു. ലാ യഊദൂന ഇലൈഹി അബദ. പിന്നെ ഒരിക്കലും ആ മലക്കുകൾ അവിടേക്ക് വരില്ല, അവർ പിന്നെ വേറെ ഡ്യൂട്ടിക്കാണ് പോവുക. ഓരോ ദിവസവും പുതിയ 70,000 എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ എണ്ണം ആളുകൾ രോഗിയെ സന്ദർശിക്കാൻ പോകുന്ന ആളുടെ കൂടെ അള്ളാഹ് പറഞ്ഞേക്ക് ഇസ്തഗ്ഫിർ, അള്ളാഹു പുറത്തു കൊടുക്കണേ, അള്ളാഹ് പുറത്തു കൊടുക്കണേ. ആൾ വണ്ടി പോവുകയാണ്, പെട്രോൾ അടിക്കേണ്ടി വരും ചിലപ്പോൾ. റമദാനല്ല, അല്ലെങ്കിൽ റമദാൻ്റെ രാത്രിയിലാണ്, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, വെള്ളം കുടിക്കേണ്ടി വരും, ഭക്ഷണം കഴിക്കേണ്ടി വരും, വിയർക്കുന്നുണ്ട്, തളരുന്നുണ്ട്, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവാൻ 70,000 മലക്കുകൾ. നിങ്ങളിപ്പോൾ ഇന്ന് പരിപാടിക്ക് വരുമ്പോൾ ഒരു രോഗിയെ സന്ദർശിച്ചു, അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായി ശിഫ കൊടുക്കട്ടെ, സലാമത്ത് നൽകട്ടെ. നമ്മളെ ഹാറൂൻ്റെ ഉപ്പാൻ എന്താ പറയുന്നത്? മുഹമ്മദ് മുസ്ലിയാർ, എൻ്റെ സുഹൃത്ത് ഹാറൂൻ, അവൻ്റെ ഉപ്പയാണ്. അവരും ദ്വാരക്കണേ എന്ന് തന്നെ പറയുന്നത്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വകാന യഖൂദു ഫിർ റഹ്മ, റഹ്മത്തിലായിരിക്കും നിങ്ങൾ മുങ്ങിക്കുളിക്കുന്നത്. രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ റഹ്മത്തിൽ നിങ്ങൾ മുങ്ങുകയാണ്, റഹ്മത്തിൽ മുങ്ങുകയാണ്. യഖൂദു ഫിർ റഹ്മ ഹത്താ ഇദാ ദഖല അലൈഹി ഗരിഖ ഫീഹാ. റഹ്മത്തിലാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. ആ രോഗിയുടെ റൂമിലേക്ക് നിങ്ങൾ എത്തിയാൽ ഗരിഖ ഫീഹാ, ആ റഹ്മത്തിൽ നിങ്ങൾ മുങ്ങുകയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ മലക്കുകൾ ദുആയിരക്കാണ്. മലക്കുകളുടെ ലോകവും മുഅ്മിനീങ്ങളുടെ ലോകവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്, അഭേദ്യമായ ബന്ധം. കാരുണ്യവാനായ റബ്ബ് സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ
വഖഹറൽ ഇബാദ ബിൽ മൗത്ത്. ഈ ഒരു ദുആ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ പൊറുക്കലിനെ ചോദിക്കുന്നുവെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബികൾ പഠിച്ചെടുത്തൊരു ഇൽമാണത്. ഇമാം അഹ്മദ് എന്നവരുടെ കിതാബ് സുഹുദിൽ ദാനിയാൽ നബിയുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. നബിയുല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാം. ദാനിയാൽ നബി അലൈഹിസ്സലാം ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അലക്സാൻഡ്രിയയിലാണ്. ഈജിപ്തിൽ പോയ ആളുകൾ കണ്ടിട്ടുണ്ടാവും. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെയും ദാനിയാൽ നബിയുടെയും ഖബർ ഒരു സ്ഥലത്താണ്. ഒരു കുഴി പോലെ താഴേക്ക് ഇറങ്ങണം. അതൊരു ചെറിയ ചെരുവായിരുന്നു. മേലെ പള്ളിയുണ്ട്. ഇപ്പോൾ അവർ കിണറ്റിക്ക് ഇറങ്ങുന്ന പോലെ സ്റ്റെപ്പിൽ ഇറങ്ങിയാൽ 2 മഖാമുകളാണ്. ഒന്ന് വലതു ഭാഗത്ത് ലുഖ്മാൻ അലൈഹിസ്സലാം, ഇടതു ഭാഗത്ത് നബിയുല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാം. ദാനിയാൽ നബിയുടെ ഖബർ അവിടെ ആയിരുന്നില്ല എന്നാ. മറ്റൊരു സ്ഥലത്ത് നിന്ന് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്താണ് അത് ഐഡൻറ്റിഫൈ ചെയ്തത്. മഹാനായ നബിയുല്ലാഹി യഹ്യാ അലൈഹിസ്സലാം അറിയിപ്പ് കൊടുത്തതിനനുസരിച്ച് ആ ഖബറിനെ മാറ്റിക്കിടത്തിയതാണ് ഇങ്ങോട്ട് എന്നാണ് അതിൻ്റെ ചരിത്രം. വേറെയും റിവായത്തുകൾ മറ്റു പല ചരിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. യഹ്യ ബിനു സക്കരിയ അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യഹ്യ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹിസ്സലാം, യഹ്യ നബി ഫലസ്തീനുകാരനാണ്. യഹ്യ നബിയുടെ നാട് അരീഹയാണ്. അരീഹ എന്ന് പറഞ്ഞാൽ ജെറിക്കോ. ജെറിക്കോ എന്ന് പറഞ്ഞാൽ ജോർഡാനിലെ അമ്മാനിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിയിൽ ആദ്യം കിട്ടുന്ന BC 4000-ലോ 5000-ലോ രൂപപ്പെട്ട നഗരമെന്നറിയപ്പെടുന്ന ജെറിക്കോ, അരീഹ എന്ന അറബിയിൽ പറയും. അത് യഹ്യ നബി അലൈഹിസ്സലാമിൻ്റെ നാടാണ്. അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാം ഇബാദത്തിനിരുന്ന സ്ഥലം. അവിടെ ഒരു മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നൊരു മലയുണ്ട്. ക്രിസ്ത്യാനികളൊക്കെ അവിടെ പോയിട്ട് അവരെ സിയാറത്തിന് പോകും. അവിടെ ഈസാ നബി അലൈഹിസ്സലാം 40 ദിവസം നോമ്പെടുത്ത് നിന്ന സ്ഥലമാണ് എന്ന് അതിന് പറയാം. ഒരു മലയുടെ മുകളിൽ നമുക്ക് നോക്കിയാൽ കാണും മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ. അത് ജെറിക്കോയിലാണ്. ഓക്കെ, ജോർഡാനിൽ നിന്ന് വളരെ കുറഞ്ഞ ദൂരം, അമ്മാൻ സിറ്റിയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ താഴെ അങ്ങോട്ട് ദൂരമുള്ളൂ. നമ്മൾ ഫലസ്തീനിലേക്ക് കിടക്കുമ്പോൾ ജെറിക്കോ വഴിയാണ് പോവുക. യഹ്യ നബി അലൈഹിസ്സലാമിൻ്റെ നാടാണത്. അവിടെയാണ് മറിയം അലൈഹിസ്സലാം, മറിയം ബീവി റളിയല്ലാഹു അൻഹ, അല്ലെങ്കിൽ മറിയം അലൈഹസ്സലാം, മറിയം ബീവി ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിച്ചത് ജെറിക്കോയിലാണ് എന്നാണ് നമ്മുടെ കിതാബുകളിൽ നിന്നൊക്കെ മനസ്സിലാവുക. എവിടെയല്ല, ബത്ലഹേമിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഖുർആൻ ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, ഈത്തപ്പനെ നിങ്ങൾ കുലുക്കണേ എന്ന് പറഞ്ഞല്ലോ മറിയം ബീവിയോട് പ്രസവിക്കാൻ സമയമായപ്പോൾ. തുസാഖിച്ച് അലൈകി റുതബൻ ജനിയ, നല്ല പഴങ്ങനെ കിട്ടും, ആ ഈത്തപ്പനെ കുലുക്കിക്കോളൂന്നും. ഈത്തപ്പന ഉണ്ടാകുന്നത് ഫലസ്തീനിൽ ഈത്തപ്പന ഉണ്ടാവില്ല. അതായത് ഈ ജെറിക്കോയിൽ നിന്ന് 35 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് പ്രദേശമാണ്. തണുപ്പ് തന്നെ ഒരു യൂറോപ്പിൻ്റെ ചെറിയൊരു ക്ലൈമറ്റ്. അവിടെ ഈത്തപ്പന ഉണ്ടാവില്ല. ഈത്തപ്പന ഉള്ളത് ഈ അരീഹയിൽ മാത്രമാണ്. അതാണ് ജാനിബ ഷർഖി എന്ന് പറയുന്ന ഈസ്റ്റേൺ പ്രൊവിൻസ്. അതുകൊണ്ടൊക്കെ ബത്ലഹേമിൽ ഈസാ നബി ജനിച്ചു എന്ന് നമ്മുടെ കിതാബിൻ്റെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അവിടെ നേറ്റിവിറ്റി ചർച്ചുണ്ട്. ഫലസ്തീനിലെത്തിക്കഴിഞ്ഞാൽ ഈസാ നബി ജനിച്ചു എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്ത്യാനി സുഹൃത്തുക്കളൊക്കെ പുൽക്കുടിലുണ്ടാക്കൂലേ എന്ന പോലെ അതിൻ്റെ ഒറിജിനൽ എന്നവർ പറയുന്ന ഒരു സ്ഥലം, അവിടെ ഒരു സ്റ്റാർ വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ ഒരു ചെമ്പിൻ്റെ ഒരു സ്റ്റാർ പതിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈസാ നബി ജനിച്ചത് എന്നവർ വിശ്വസിക്കുന്നു. ആ പള്ളിക്കാണ് നേറ്റിവിറ്റി ചർച്ച് എന്ന് പറയാം. അതായത് കനീസത്തുൽ വിലാദ, വിലാദ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക, കനീസത്തുൽ വിലാദ നേറ്റിവിറ്റി ചർച്ച്, ഈസാ നബി ജനിച്ചു എന്നവർ വിശ്വസിക്കുന്ന സ്ഥലം എന്നാണ് അതിന് പറയാറുള്ളത്. ഏതായിരുന്നാലും യഹ്യ നബിയുടെയും സക്കരിയ നബിയുടെയും ഈസ നബിയുടെയും ഒക്കെ ചരിത്രം കിടക്കുന്നത് ഫലസ്തീനിലാണ്. യഹ്യ നബി അലൈഹിസ്സലാം അന്നത്തെ ഹെറോഡസ് എന്ന് പറയുന്ന രാജാവിനാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട നബിയാണ്. യഹ്യ നബി അലൈഹിസ്സലാമിനെ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട് അന്നത്തെ ക്രൂരനായൊരു രാജാവ് ഹെറോഡസ്. അയാൾക്ക് സ്വന്തം പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സ്വന്തം പെങ്ങളുടെ മോളെ. അത് പറ്റില്ല, ശരീഅത്തിൽ പാടില്ല എന്ന് യഹ്യ നബി ഫത്വ കൊടുത്തപ്പോൾ യഹ്യ നബി അലൈഹിസ്സലാമിനെ വധിക്കുക ചെയ്തത്. യഹ്യ നബി അലൈഹിസ്സലാമിൻ്റെ തല തളികയിലാക്കി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എന്നെ വിവാഹം ചെയ്യാമെന്ന് അഭിസാരികയായ പെണ്ണ് പറയുകയും ചെയ്തു. അവളെ സന്തോഷിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ വലിയൊരു നബിയെ വധിച്ചിട്ടുണ്ട്. ആ നബിയാണ്, ഷഹീദായ നബിയാണ്. വാപ്പയും മോനും ഷഹീദ, സക്കരിയ നബിയും യഹ്യ നബി അലൈഹിസ്സലാം. യഹ്യ നബിൻ്റെ കൈ എന്ന് പറയുന്ന ഒരു എല്ലിൻ്റെ ഭാഗം, ഒരു കൈ, ഇവിടുന്ന് ദിറാഅ് വിരലടക്കമുള്ളൊരു ഭാഗം തുർക്കി മ്യൂസിയത്തിലുണ്ട്. ബച്ച കണ്ടിട്ടുണ്ടാവും. ബച്ചൻ്റെ പുതിയാപ്പിള തുർക്കിയിലാണ്, ഇസാഖ് ഉദവി. അപ്പോൾ തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിൽ യഹ്യ നബിയുടെ കൈ എന്ന് പറയുന്ന
നമുക്കറിയില്ല, അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം കിട്ടാൻ സാധ്യത ഏറെയാണ്. കാരണം റഹ്മാനികളാണ് ഒരുപാട് കാലം ഹിജാസ് ഭരിച്ചത്. അതുകൊണ്ട് ആധാറുകളൊക്കെ അവർ തുർക്കിയിലേക്ക് കൊണ്ടുപോയി. ഒറിജിനലൊക്കെ തുർക്കിയിലാണ്. അത് ഒരു ചെമ്പിൻ്റെ ഒരു ഫ്രെയിമിലാക്കിയിട്ട് ആ കൈയിൻ്റെ എല്ലുകൾ മാത്രമുള്ള കൈ യഹ്യാ നബിയുടേത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ടോപ്പ് കാപ്പി മ്യൂസിയത്തിൽ. നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. ഞാനിത് പറയുന്നത് ഖുർആനിലെ ചരിത്രം ഇത് എവിടെയോ ആണെന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്, ഇത് ദുന്യാവിൽ തന്നെ നടന്ന സംഭവങ്ങളാണ്, ചരിത്രങ്ങളാണ് ഇതൊക്കെ. യഹ്യാ നബി, സക്കരിയ നബി എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ ആയിരിക്കും. ഇതൊക്കെ ദുന്യാവിൽ നമുക്ക് പോയി സന്ദർശിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ മഖാമുള്ളത് ഷാമിലാണ്. അവർ പിന്നെ ഫലസ്തീനിൽ നിന്ന് സിറിയയിലേക്ക് താമസം മാറിയിട്ടുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഷാമിലാണ്, സിറിയയിലാണ്, ഡമസ്കസിലാണുള്ളത്. അവിടെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയതിൻ്റെ പേരിൽ നമുക്ക് സിയാറത്തിന് പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. മുമ്പൊക്കെ ആളുകൾ പോയിരുന്നു, കുറേ മുമ്പ്, 10-15 കൊല്ലം മുമ്പൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. പക്ഷേ പല സെക്യൂരിറ്റി റീസൺസും അങ്ങനെ ഉണ്ടല്ലോ. നമ്മളൊക്കെ അത്തരം സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്താൽ തന്നെ 100,000 ചോദ്യം വരെ, എന്തിനവിടെ പോയി, എന്തിനവിടെ പോയി. അപ്പോൾ വലിയ പ്രയാസമാണ്. ഈ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹാന്മാരും അമ്പിയാക്കന്മാരും മഹദികളും കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ലെബനോനിലും സിറിയയിലും പിന്നെ മറ്റു പല പ്രദേശങ്ങളും, യമനിൽ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമുക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല. യാത്ര ചെയ്താൽ പിന്നെ എമിഗ്രേഷനിൽ പിടിച്ചേക്കും. ഇപ്പോൾ തന്നെ 1 മണിക്കൂർ പിടിച്ചേക്കലുണ്ട് ഓരോ എന്താ ഇങ്ങനെ വന്നു പോകണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതും കൂടെ ആണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഫതഹായി കിട്ടാൻ വേണ്ടി ദോരയ്ക്ക് വലിയ വലിയ സ്ഥലങ്ങളാണ്, ഒരുപാട് മഹാന്മാർ കിടക്കുന്ന സ്ഥലമാണ് സിറിയ എന്നൊക്കെ പറഞ്ഞാൽ. ഫസാദു ഷാമി ഫസാദു ദുനിയ, ഈ ലോകത്തിൻ്റെ പരീക്ഷണമാണ്. ഷാമിലും സിറിയയിലും ഫലസ്തീനിലും പ്രയാസങ്ങൾ വരുന്നത് ലോകത്തിന് പ്രയാസമുണ്ടാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പ്രശ്നം തീർന്നാലേ ലോക മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ എന്നതിൻ്റെ സൂചന. അതുകൊണ്ട് ദുആരക്കണം, റമദാനല്ലേ. അല്ലാഹുമ്മ ഫർരിജ് അൻ ഇഖ്വതിനാ വ അഖവാതിനൽ മുസ്ലിമീൻ في بلادك يا رب العالمين. اللهم فرج عنا وفرج عن المسلمين في الشام. اللهم فرج عن المسلمين في الهند. اللهم فرج عن المسلمين في الدول أجمع. الله നീ ഞങ്ങൾക്ക് നിന്നിൽ നിന്നുള്ള നസ്റും സഹായവും നൽകണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യഹ്യ ബിൻ സക്കരിയ അലൈഹിസ്സലാം, ദാനിയേൽ നബി അലൈഹിസ്സലാമിൻ്റെ ഖബറിൻ്റെ അരികത്തുകൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അറിഞ്ഞില്ല, ഖബറിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ വഖഹറൽ ഇബാദ ബിൽ മൗത്ത്. ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നബിയുല്ലാഹി ദാനിയേൽ അലൈഹിസ്സലാം. ദാനിയേൽ നബിയുടെ പേര് ദാനിയേൽ എന്ന് മുസ്ലിമീങ്ങൾ നമ്മൾ അധികം പേര് കാണാറില്ല. ക്രിസ്ത്യാനികൾ ഡാനിയേൽ എന്ന് പറയും. ഡാനിയേൽ, അതാണ് ഇപ്പോൾ ദാനിയേൽ എന്ന് പറയുന്നത്. അവർ ജോസഫ് എന്നിടും, അതാണ് യൂസുഫ്. അവർ ജേക്കബ് എന്നിടും, അതാണ് യാക്കൂബ്. അവർ സോളമൻ എന്നിടും, അതാണ് സുലൈമാൻ അലൈഹിസ്സലാം. അവർ ജോൺ എന്ന് പേരിടും, അതാണ് യഹ്യ അലൈഹിസ്സലാം. ജോണ, അതാണ് യൂനുസ് അലൈഹിസ്സലാം. അവർ ഇനോക്ക് എന്ന് അതാണ് ഇദ്രീസ് അലൈഹിസ്സലാം. ഇനോക്ക് പ്രവാചകൻ ഇദ്രീസ് അലൈഹിസ്സലാം. പേര് മാറുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടൂല, അമ്പിയാക്കന്മാരാണ് അതൊക്കെ. റബേക്ക എന്ന് പേരിടും, ഇംഗ്ലീഷുകാർക്ക് പേരുണ്ട് റബേക്ക. ആരാ റബേക്ക? റബേക്ക ആരാ? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ റിഫ്ഖ. റിഫ്ഖ എന്ന് പറഞ്ഞിട്ട് റബേക്കയായി മാറിയത്. റിഫ്ഖ ബീവിക്കിട്ട പേരാ റബേക്ക. യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മയാണ് റാഹിൽ, അതാണ് ഈ റൈച്ചൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കുട്ടികളൊക്കെ, എൻ്റെ സ്റ്റുഡൻസ് കുറേ ഉണ്ട്, റൈച്ചലും റബേക്കൊക്കെ ഒരുപാട്. അവരുടെ നാട്ടിൽ നിന്ന് ആ പേരിട്ടിട്ടാണ് വരിക, റൈച്ചൽ. റൈച്ചൽ എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിൻ്റെയും ബിന്യാമീൻ എന്നിവരുടെയും ഉമ്മയുടെ പേരാണ് റാഹിൽ, യാക്കൂബ് നബിൻ്റെ 2ാമത്തെ ഭാര്യ. ആ റാഹിൽ എന്ന ബീവിയുടെ ഇംഗ്ലീഷ് നാമമാണ് റൈച്ചൽ. ദാനിയേൽ അള്ളാഹുവിൻ്റെ നബിമാരിൽപ്പെട്ട നബിയാണ്. ഖുർആൻ പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ പരിശുദ്ധ ഹദീസിൽ 12ഓളം നബിമാരുടെ പേര് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട നബിയാണ് നബിയുല്ലാഹി ദാനിയേൽ അലൈഹിസ്സലാം. അപ്പോൾ ഇതൊരു പ്രത്യേകമായ ഒരു ദിക്റിൻ്റെ ഒരു വിഷയമാണ്. സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ വഖഹറൽ ഇബാദ ബിൽ മൗത്ത്. അമ്പിയാക്കന്മാർ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ. അമ്പിയാക്കന്മാർ അഹ്യാഉൻ ഫീ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ മരിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹു ഖബറിൽ അവർക്കൊരു ജീവിതം നൽകുന്നുണ്ട്. അവർ ജീവനുള്ളവരാണ്. സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പുണ്യനബി എന്താ പറഞ്ഞത്? റഅയ്തു മൂസ അലൈഹിസ്സലാം യുസല്ലി ഫീ ഖബരിഹി. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഇസ്രാഇന്റെ രാത്രിയിൽ കണ്ടു എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസല്ലേ, ആർക്കും നിഷേധിക്കാൻ പറ്റുമത്? റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരി. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുകയാണ്. ആരായത്? മൂസാ നബി വഫാത്തായിട്ടില്ലേ? വഫാത്തായി പോയ നബിയാ, പക്ഷെ ഖബറിൽ അവർക്ക് ജീവനുണ്ട്. അള്ളാഹു അങ്ങനെയാണ് അവരെ പരിപാലിക്കുന്നത്. ഇത് വിശ്വസിക്കൽ ഈ ഉമ്മത്തിന് നിർബന്ധമാണ്. അമ്പിയാക്കന്മാർ ലാ തബ്ല അജ്സാദുഹും ഫി തുറാബ്, മണ്ണ് അവരുടെ ശരീരം തിന്നൂല. ശുഹദാക്കളത് തിന്നൂല എന്നല്ലേ, സ്വാലിഹീങ്ങളുടേത് തിന്നുന്നില്ല എന്നാ.
അള്ളാഹു ഇഷ്ടപ്പെട്ട ആരിഫീങ്ങൾ മയ്യത്തൊക്കെ അങ്ങനെ കാണും. ഇനിയിപ്പോൾ മണ്ണ് തിന്നുപോയി എന്ന് വിചാരിച്ചത് കുഴപ്പമുണ്ടായിട്ടല്ല, അതുകൊണ്ട് പ്രയാസം ഉണ്ടായിട്ടല്ല. അള്ളാഹു ചില ആധാറുകൾ കാണിച്ചു തരും, ജീവിച്ചിരിക്കുന്നവർക്കും വരാനിരിക്കുന്നവർക്കും ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. അത്രയേ ഉള്ളത്. അള്ളാഹു നൽകുന്നൊരു കറാമത്താണ്, അള്ളാഹു നൽകുന്നൊരു ബഹുമാനമാണത്. അമ്പിയാക്കന്മാർ, ഷുഹദാ, സ്വാലിഹീങ്ങൾ, ഉലമാ, ഇങ്ങനത്തെ ആണുങ്ങളും പെണ്ണുങ്ങളുമായ മഹദിമാർ കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഖബർ ഒഴിക്കുന്നവർ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇഷ്ടം പോലെ. അതിനൊന്നും സയൻസിനൊന്നും പറയാൻ കഴിയില്ല. ഇസ്മായിൽ വകല്ലേ പടന്നീന്ന് വരികയാണ് ഇസ്മായിൽ. മാഷാ അല്ലാ, നമ്മൾ വലിയ സുഹൃത്താണ്. പടന്നീ നോമ്പ് നോറ്റ് ഇത്രയും കുറേ കാലമായി കണ്ടിട്ട്. ഇസ്മായിൽ കുറേ കാലം മലേഷ്യയിൽ, ഇനി ഇപ്പോൾ നാട്ടിലായി, ഇനി മലേഷ്യക്ക് പോകാമെന്ന് പറഞ്ഞു. അള്ളാഹു ഹെൽപ്പാക്കി കൊടുക്കട്ടെ കാര്യങ്ങൾ. TKC അബ്ദുൽ ഖാദർ ഹാജി കേട്ടില്ലേ, ഓരോ മോനാണിത്. ഇതിൻ്റെ വലിയ ഖാദിമായിരുന്നു അബ്ദുൽ ഖാദർ ഹാജി. അള്ളാഹുർക്ക് പുറത്തു കൊടുക്കട്ടെ. ഒരു ജ്യേഷ്ഠം കഴിഞ്ഞ എത്ര കൊല്ലേ, 2ാമത്തെ കൊല്ലാണിത്. ഒരു ജ്യേഷ്ഠം മരിച്ചിരുന്നു റമദാനിൽ. അള്ളാഹുർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. 2 സ്വലാത്ത് നമ്മൾ ദിക്ർ ചൊല്ലിയിരിക്കുക അല്ലേ. ഒന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് اللهم إني أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين. ഒരു ദിക്റും കൂടെ ചൊല്ലിക്കോളൂ. ദാനിയാൽ നബിയുടെ ഇത് സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ വഖഹറ അൽ ഇബാദ ബിൽ മൗത്ത് സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ വഖഹറ അൽ ഇബാദ ബിൽ മൗത്ത് سبحان من تعزز بالقدرة وقهر العباد بالموت. ഇത് ചൊല്ലുന്നവർക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്നാണ്. സുബ്ഹാന മൻ. അങ്ങനെ യഹ്യാ നബി അലൈഹിസ്സലാം ദാനിയാൽ നബി അലൈഹിസ്സലാമിൻ്റെ ഖബറിൻ്റെ അടുത്തുകൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ, അത് അലക്സാണ്ട്രിയയിലല്ല, അലക്സാണ്ട്രിയയിലേക്ക് കൊണ്ടുവന്ന് 2ാമത് അവരൊക്കെ അമ്പിയാക്കന്മാരെ അന്ന് താബൂത്തിലായി മറവ് ചെയ്തിരുന്നു. എങ്ങനെ പെട്ടിയിലാക്കിയിട്ട്, കാരണം വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് താബൂത്തിലായിട്ട് മറവ് ചെയ്യുന്ന സംവിധാനമുണ്ട്. ഈ ദാനിയാൽ നബി അങ്ങനെ, യൂസുഫ് നബി അങ്ങനെ മറവ് ചെയ്ത് താബൂത്തിലാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം മറവ് ചെയ്യപ്പെട്ടിരുന്നത് ഈജിപ്തിലാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് ആഗ്രഹം ഉണ്ടായിരുന്നു വല്ലിപ്പാൻ്റെ അടുത്ത് പോയി കിടക്കണം. എവിടെ? ഫലസ്തീനിൽ. കെയ്റോവിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുക പറഞ്ഞാൽ 1000 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. 1200 കിലോമീറ്റർ എന്തായാലും കാണും. സീനായിലൂടെ പോകണം, സീനാ മരുഭൂമി കൂടെ പോകണം. 1000 കിലോമീറ്റർ മരുഭൂമിയാണ്. ഇത്രയും ദൂരെ യാത്ര ചെയ്താലേ ഫലസ്തീനിലെത്തൂ. ഈജിപ്തിൽ നിന്ന്. ഈജിപ്ത് ആഫ്രിക്കയല്ലേ, അവിടുന്ന് ബച്ചങ്ങൾ പോയിട്ടില്ലായിരുന്നു. ഇവിടെ പോയ ആൾക്കാരുണ്ടാവും. അത് വലിയ നമുക്ക് ദുന്യാവിൽ പറ്റുമെങ്കിൽ പോകേണ്ട ഒരു യാത്ര, ഈ ബൈത്തുൽ മുഖദ്ദസ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്പിയാക്കന്മാരെ കിട്ടുന്ന, ഒരുപാട് സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ്. യൂസുഫ് നബിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വഫാത്താകുമ്പോൾ അങ്ങനെ മറവ് ചെയ്യണമെന്ന്. പക്ഷേ അന്ന് ആ നാട്ടുകാർ പറഞ്ഞു, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധമായ ശരീരം ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞു നാട്ടുകാർ. ഞങ്ങൾ ഇവിടെ തന്നെ മറവ് ചെയ്യാൻ, ഞങ്ങൾക്കതിൻ്റെ ബർക്കത്ത് കിട്ടണം. അപ്പോൾ നൈലിൻ്റെ അപ്പുറം താമസക്കാരുണ്ട്. ഒരുത്തർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പുറം കിട്ടണം, ഇവിടെ മറവ് ചെയ്യണം. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ മറവ് ചെയ്യണം. അങ്ങനെ അവസാനം ഇത്തിഫാക്കാക്കിയത് നൈൽ നദിയുടെ വെള്ളം കുറഞ്ഞ ഭാഗത്ത് മഹാനവറുകളെ മറവ് ചെയ്തു എന്നാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ സയ്യിദന യൂസുഫ് നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലമെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഉത്ബോധനം വരിക മൂസാ നബിക്ക്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ അവിടെ നിന്ന് എടുത്തിട്ട്, അവരുടെ ശരീരം എടുത്തിട്ട് ഫലസ്തീനിലേക്ക് കൊണ്ടുവരണം. പടച്ചോനെ എങ്ങനെയത് അറിയാം, എവിടെയാണെന്ന് അറിയില്ലല്ലോ. അതിന് ഒരു വൃദ്ധയായ ഉമ്മുണ്ട്. ആ ഉമ്മാനോട് പോയി ചോദിച്ചാൽ മൂസാ നബിയെ കിട്ടും. ഉമ്മാൻ്റെ അടയാളമൊക്കെ പറഞ്ഞു കൊടുത്തു. മൂസാ നബി ആ ഉമ്മാൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ പഴയ ചരിത്രം അറിയുന്ന ഉമ്മയാണ്. ഉമ്മാക്കറിയാം എവിടെയാണ് മറവ് ചെയ്തത്. നൈൽ നദി നല്ല വെള്ളമുള്ള നദിയാണ്. വലിയ ബോട്ട്, ഹൗസ് ബോട്ടുകളൊക്കെ, വലിയ ബോട്ടുകളൊക്കെ ഇപ്പോഴും പോകും നൈൽ നദിയിൽ. 6000 കിലോമീറ്റർ ഓടുന്ന നദിയാണ്. തെക്കുന്ന് വടക്കോട്ട് ഒഴുകുന്ന നദിയാണ്. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദി. ഈജിപ്തിൽ എത്തുമ്പോഴേക്കും 1000 കിലോമീറ്റർ, 6000 കിലോമീറ്റർ അപ്പം തന്നെ ഓടിക്കാണും. അതിനുശേഷം ഘാനയിൽ നിന്ന് വരെയല്ലേ ഇവിടേക്ക് എത്തുന്നത്. അവിടെ വെള്ളം നിറഞ്ഞിട്ടാണ് ഒഴുകുന്നത്. ഈജിപ്തിലൂടെ കെയ്റോയിലൂടെ ഒക്കെ നൈൽ നദി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞാണ് ഒഴുകുന്നത്. എത്രയാ വെള്ളം, യാ അല്ലാഹ്. വലിയ ബറക്കത്തുള്ള മുബാറക്കായ നദിയാണത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഉമ്മയോട് പോയി ചോദിച്ച ചരിത്രമുണ്ട്. ഉമ്മ, എവിടെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബർ?
എവിടെയാണ് അവരെ മറവ് ചെയ്തത് നിങ്ങൾക്കറിയോ? അറിയുന്ന എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, പറഞ്ഞുതരണം എന്ന് പറയും. മൂസാ നബിയല്ലേ, ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, അത് പാലിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോളി ഉമ്മ, എന്താ വേണ്ടത്? ഉമ്മക്ക് എന്തൊക്കെ ചോദിക്കാൻ പറ്റും അവിടെ അല്ലേ? എന്താ ചോദിച്ചെന്നറിയോ? എന്താ ഉമ്മ ഡിമാൻഡ് ചെയ്തത്? മൂസാ നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, അള്ളാഹു എന്നെ സ്വർഗത്തിൽ കടത്താൻ. നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മൂസാ നബി ദുആ ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ ഉമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ താബൂത്ത് പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ബനു ഇസ്രായേലുകളെയും കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പല പ്രാവശ്യം പിന്നീട് യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. ആ യാത്രയിൽ ഒരിക്കൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ താബൂത്ത് എടുത്തിട്ട് ഫലസ്തീനിൽ കൊണ്ടുപോയി മറവ് ചെയ്തൊക്കെയാണ്. ആ മഖാമ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മഖാമുള്ള പള്ളിയിലേക്കാണ് കയറി ചെല്ലുമ്പോൾ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ വലത് ഭാഗത്ത് ആദ്യം കാണും ആദാ മഖ്ബറത്തു സയ്യിദന യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബിയാണ്. നമുക്കിവിടെ ഔലിയാക്കന്മാരെ കിട്ടുക. അവിടെ ചെന്നാൽ ഫുള്ള് നബിമാരാ. യൂസുഫ് നബി. മേലോട്ട് കയറി ചെന്നാൽ സാറാ ബീവി, അതിൻ്റെ ഇപ്പുറത്ത് ഇസ്ഹാഖ് അലൈഹിസ്സലാം, അതിൻ്റെ ഇപ്പുറത്തെ റൂമിൽ ഇബ്രാഹിം അലൈഹിസ്സലാം, അതിൻ്റെ ബാക്കിൽ യാഖൂബ് അലൈഹിസ്സലാം, ഇപ്പുറത്ത് ഇസ്ഹാഖ് നബിൻ്റെ ഭാര്യ റിഫ്ഖ ബീവി. ഇങ്ങനെ മഹാന്മാരും അമ്പിയാക്കന്മാരും അവരുടെ കുടുംബവും ഇരിക്കുന്ന ഒരു പള്ളിയുണ്ട് ഫലസ്തീനിൽ. അവിടേക്കാണ് അൽ ഖലീൽ എന്ന് പറയുക, ഹിബ്രോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ നഗരിയിലാണ് ഇതൊക്കെ കിടക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമാണ് അവിടെ ആദ്യം. ആ താഴെ തന്നെ യൂസുഫ് നബിൻ്റെ മഖാമ. നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും, തുറന്നു. അപ്പോൾ അമ്പിയാക്കന്മാർ അങ്ങനെയാണ് ദാനിയാൽ നബി അലൈഹിസ്സലാമിനെ താബൂത്തിൽ എടുത്തിട്ടാണ് യഹ്യാ നബി അലൈഹിസ്സലാം മാറ്റിമറവ് ചെയ്തത്, കുറേ ദൂരം മാറിയിട്ട്. ദാനിയാൽ നബിൻ്റെ ഖബറിൻ്റെ അടുത്തൊരു ഇമാമുണ്ട്, ഒരു മിസ്രി. മൂപ്പരതിൻ്റെ ചരിത്രം ഇങ്ങനെ പറയാറുണ്ട്. ഞങ്ങളോട് എത്തുമ്പോൾ മൂപ്പര് അതിൻ്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു. മൂപ്പര് വേറൊരു വേർഷനാണ് പറയാറുള്ളത്. അപ്പോൾ നബിയുല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാം, ലുഖ്മാൻ അലൈഹിസ്സലാം ഉണ്ടല്ലോ, ആഫ്രിക്കക്കാരനായ അടിമയായിരുന്നു. അള്ളാഹു ഹിക്മത്ത് കൊണ്ട് ആദരിക്കുകയും ലുഖ്മാൻ തങ്ങളോട് പറഞ്ഞു, രാജാധികാരം വേണമോ ഹിക്മത്ത് വേണമോ? അപ്പോൾ പറഞ്ഞു ഹിക്മത്ത് മതി. അങ്ങനെ അള്ളാഹു ഇൽമു കൊണ്ട് ആദരിച്ചു മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. ചെറിയ ഖബറാണ് ലുഖ്മാൻ അലൈഹി ഇസ്ലാമിൻ്റെ. ഇപ്പുറത്ത് ദാനിയാൽ അലൈഹിസ്സലാം. രണ്ടുപേരും ഒരുമിച്ച് ഒരു പള്ളിൻ്റെ ഉള്ളിലാണ്. ഒരു പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് റൂമിൽ കിടന്നിട്ട് പിന്നെ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങിയ ഒരു കിണർ പോലെ തോന്നുന്നത്. അത് ചെറിയൊരു സ്ഥലമാണ്. ഒരു 10-50 ആൾക്കൊക്കെ നിൽക്കാൻ കഴിയും അതിനുള്ളിൽ. അള്ളാഹു എവിടെങ്ങളിലൊക്കെ അതുപോലെയുള്ള മഹത്തുക്കളെയൊക്കെ, മഹാന്മാരെ, അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, ഔലിയാഇനെയൊക്കെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതൊക്കെ വലിയ ഫضലാണ്. അവരുടെ സാന്നിധ്യം അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഉത്തരം ഉണ്ടാവും. അള്ളാഹു സുഹ്ബത്തു സ്വാലിഹീൻ ദുനിയാവിലും നാളെ ഖബറിലും നാളെ മഹ്ശറയിലും നാളെ സ്വർഗത്തിലും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ബാക്കിൽ വെയിൽ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ കാർപ്പറ്റിൽ ഇവിടെ താഴെ ഇരിക്കാം. ഫ്രണ്ടിലോട്ട് പോര്. അവിടെ വെയിൽ കൊണ്ട് നിൽക്കരുത്, നോമ്പല്ലേ, നല്ല ചൂടുണ്ട്. ഫാനൊക്കെ ഉണ്ടല്ലോ അല്ലേ, അൽഹംദുലില്ലാഹ്. ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരാം, ഇവിടേക്ക് ഇരിക്കാം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഞാൻ ഈ പറയുന്ന സംഭവം ഉദ്ധരിക്കുന്നത്. മറ യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം അലാ ഖബ്രി ദാനിയാലിൻ നബി അലൈഹിസ്സലാം. ദാനിയാൽ നബി അലൈഹിസ്സലാമിൻ്റെ ഖബറിൻ്റെ അരികത്തുകൂടെ യഹ്യാ നബി അലൈഹിസ്സലാം നടക്കുകയാണ്. ഫസമിഅഹു വഹുവ ഫിൽ ഖബ്രി യഖൂൽ. ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് ദാനിയാൽ നബി ദുആ ചെയ്യുന്നു, ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ വഖഹറൽ ഇബാദ ബിൽ മൗത്ത്. മഹാനവറുകൾ അതിങ്ങനെ കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കടന്നുപോയി. ഫനാദാഹു മുനാദിൻ ഫിസ്സമാ. ദാനിയാൽ നബി അലൈഹിസ്സലാമിൻ്റെ മഖാമാണത് എന്ന് യഹ്യ നബിക്ക് അപ്പോഴേക്കും മനസ്സിലാവുന്നു. സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ. അല്ലാഹുവേ, എല്ലാ തരത്തിലുമുള്ള കഴിവുള്ള, സിദ്ധിയുള്ള, എല്ലാറ്റിനും കരുത്തുള്ള, ഇസ്സത്തുള്ള അല്ലാഹുവേ, നിൻ്റെ ഇസ്സത്ത് അപാരമാണ്. അള്ളാഹു എങ്ങനെയാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വലിയ അത്ഭുതമാണ്. പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംവിധാനം, രാഷ്ട്രീയമായ നീക്കുപോക്കുകളാകട്ടെ, ഏതെല്ലാം തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളാകട്ടെ, ഇവിടെ അള്ളാഹുവിൻ്റെ ചില അസ്റാറുകൾ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട്. മുസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഫിർഔൻ ഉണ്ടായില്ലേ? 60 കൊല്ലം എടുത്തിട്ടുണ്ട് ഫിർഔൻ നശിക്കണമെന്ന് മുസാ നബി ദുആ ചെയ്തിട്ട്. ഫിർഔൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ 60 കൊല്ലമായിട്ടുണ്ട്. അതിനും അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുകളുണ്ട്. സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ. അല്ലാഹുവേ, ഖുദ്റത്ത് കൊണ്ട് ഇസ്സത്തുള്ളവനായ റബ്ബേ, വഖഹറൽ ഇബാദ ബിൽ മൗത്ത്. മനുഷ്യരെ മരണം കൊണ്ട് നിയന്ത്രിക്കുന്ന, മരണം കൊണ്ട് കീഴടക്കിയവനായ റബ്ബേ. മനുഷ്യർക്ക് മരണം നൽകിയില്ല എങ്കിൽ മനുഷ്യനെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു എന്നാ. മനുഷ്യൻ മരിക്കൂല എന്ന് വെച്ചാൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടൂല. അപ്പം ആകെ മരിക്കുമല്ലോ എന്നുള്ള പേടിയില്ല. ഒരു അസുഖം വരുമ്പോൾ പേടിയായിപ്പോയി, മരിക്കുകയാണല്ലോ. ഒരു വേദന വന്നാൽ പേടിയാണ്. ഡോക്ടർമാരൊന്ന് ടെസ്റ്റ് ചെയ്തോളൂ എന്ന് വെറുതെ പറഞ്ഞാൽ മതി, ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ, എന്നാലും പേടിയാണ്. എന്തേ? മരിക്കുമല്ലോ എന്നുള്ള വിഷമമാണ്.
പൈസയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പേടി, അതൊക്കെ ഇട്ടേച്ച് പോവല്ലേ, വലിയ വിഷമമായിരിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കാത്ത പിഷ്കന്മാരാണെങ്കിൽ ടെൻഷൻ അടിച്ചവർ മരിക്കും. മരണം അള്ളാഹു മനുഷ്യനെ നിയന്ത്രിക്കാൻ വെച്ചൊരു സംഭവമാണ്. മനുഷ്യനെ കീഴടക്കാൻ, മനുഷ്യനെ ഒതുക്കാൻ വേണ്ടി അള്ളാഹ് ചെയ്ത പണിയാണെന്നാ മരണം. മരണമില്ലെങ്കിൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടില്ല, അങ്ങനത്തെ അഹങ്കാരികളായി മാറാണ്. അതാണ് വഖഹറൽ ഇബാദ്. അള്ളാഹുവേ നിന്റെ അടിമകളെ നീ അടക്കി ഒതുക്കി പിടിച്ചല്ലേ. എങ്ങനെ? ബിൽ മൗത്ത്, മരണം കൊണ്ട്. അങ്ങനത്തെ റബ്ബേ. ആരായി പറയണത്? മരിച്ചുപോയ ദാനിയാൽ നബി അലൈഹിസ്സലാം. അതിലൊന്നും വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾ ഒരു പ്രയാസമല്ല. ഇതൊക്കെ വളരെ സ്വഹീഹായ ആധാറുകളാണ്. അതൊന്നും മായാവി കഥ എന്ന് പറയുന്നത് കണ്ട, ഇസ്ലാമിൽ നിന്നാണ് പുറത്തു പോകും. ഇതൊക്കെ ഉള്ളത് അമ്പിയാക്കന്മാരുടെയും മൗലിയാൻ്റെയും സംഭവങ്ങളെ നിഷേധിക്കാൻ പാടില്ല. നമുക്ക് മനസ്സിലായില്ല നമ്മൾ മുണ്ടാണ്ടിരിക്കുക എന്നല്ലാണ്ട് ഇല്ല, അത് തെറ്റാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതൊന്നും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വലുതല്ലേ. അള്ളാഹുവിനെ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് മനസ്സിലാക്കിയവൻ എന്താ പ്രശ്നം? അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവൻ്റെ ഇബാദിന്, അവൻ്റെ ഖൽഖിന് വേണ്ട വിധത്തിൽ അവരിൽ ഇടപെടാൻ, അവർക്ക് കഴിയാത്തത് സാധിപ്പിച്ചു കൊടുക്കാനും സാധിക്കുന്നത് സാധിക്കാതെയാക്കാനും ഒക്കെ അള്ളാഹുക്ക് കഴിയും. അല്ലേ? യുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ. ഇതല്ലേ അല്ലാഹു തആല. അപ്പോൾ ഈ ഒരു ദിക്ർ ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കുന്നത് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ തൊട്ട് മുമ്പ് വന്ന നബി. ഈസാ നബി ആണെങ്കിലോ നമ്മുടെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് മുമ്പ് വന്ന നബി. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് തേർഡ് ലാസ്റ്റ് പ്രവാചകനാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി കഴിഞ്ഞാൽ പിന്നെ ഈസാ നബി കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനാദാഹു മുനാദിൻ മിനസ് സമാ, ആകാശ ലോകത്ത് നിന്നൊരാൾ വിളിക്കുന്നു, യാ യഹ്യാ, യഹ്യ നബിയേ, അനല്ലദീ തഅസ്സസ്തു ബിൽ ഖുദ്റ, ഞാനാണ് ഖുദ്റത്ത് കൊണ്ട് എല്ലാ തരത്തിലുമുള്ള കഴിവും സിദ്ധിയും കരുത്തുമുള്ള ഇസ്സത്തുള്ളവൻ, അത് ഞാനാണ് യഹ്യ നബിയേ. വഖഹർതുൽ ഇബാദ ബിൽ മൗത്ത്, മനുഷ്യരെ മരണം കൊണ്ട്, മരണം എന്നൊരു പ്രതിഭാസം മനുഷ്യന് നൽകിയിട്ട് അവനെ കീഴൊതുക്കിയവനും ഞാൻ തന്നെയാണ്. മൻ ഖാലഹാ, ആരെങ്കിലും അത് ചൊല്ലുകയാണെങ്കിൽ, ഇസ്തഗ്ഫറ ലഹുസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ, ആകാശഭൂമികളും ആകാശഭൂമികളിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് ഒരു വിളിയാളം മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം കേൾക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള വഹയായിരുന്നു. യഹ്യാ നബിയെ ആരാണ്? സുബ്ഹാന മൻ തഅസ്സസ ബിൽ ഖുദ്റ വഖഹറൽ ഇബാദ ബിൽ മൗത്ത്, ഇത് ചൊല്ലുന്നവർക്ക് മൻ ഖാലഹാ ഇസ്തഗ്ഫറ ലഹുസ് സമാവാതു വൽ അർളു വമൻ ഫീഹിൻ, ആകാശഭൂമികളിലുള്ള സർവരും ആകാശഭൂമികളടക്കം പൊറുക്കലിനെ ചോദിക്കുന്നു. പടച്ചോനെ, ഇങ്ങനെയൊക്കെ ഒരു ദിക്ർ ചൊല്ലിയാൽ ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ വിചാരിക്കുന്നത്? ഈ ഹൊസങ്കടിയിൽ മാത്രം എത്ര ചെടികളുണ്ട്, എത്ര മരങ്ങളുണ്ട്, എത്ര കല്ലുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എത്ര ചെറിയ ചെറിയ സൂക്ഷ്മമായ ജീവികൾ, ഈ എയറിൽ എത്ര ജീവികൾ നമ്മൾ കാണാത്ത ജീവനുള്ള. പിന്നെ കോഴിപ്പം മൃഗമാണെന്നോ പക്ഷിയാണെന്നൊക്കെ ചർച്ചയാണ് അല്ലേ. അപ്പോൾ പക്ഷികളും ചെറുതും മൃഗങ്ങളും ഒക്കെ ഉള്ളൊരു ലോകമാണ്. വലിയ തമാശ നടക്കുന്ന ലോകമാണ്. അപ്പോൾ ഇത്രയെല്ലാം ജീവജാലങ്ങൾ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട്. ഇവ തന്നെ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ എത്രയായി? അള്ളാഹിൻ്റെ ആകാശ ലോകം എന്നൊക്കെ പറഞ്ഞാൽ എന്താണതൊക്കെ? യാ അള്ളാഹ്, അവിടേക്ക് എത്ര ദാബത്തുകളാണ്. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ലോകം മുഅ്മിനീങ്ങളുടെ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പൊറുക്കലിന് ചോദിക്കുന്നുണ്ട്. റബ്ബനാ, എന്താണ് അവർ പറയുന്നത്? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ, നിന്റെ റഹ്മത്തും നിന്റെ അറിവും അതിവിശാലമാണല്ലോ റബ്ബേ. ഫഗ്ഫിർ ലില്ലദീന താബൂ, നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വന്ന ആളുകളെ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുന്നു. ശുദ്ധ ഖുർആൻ സൂറത്തു ഗാഫിർ ഖുർആൻ പറയുന്നത് ഫഗ്ഫിർ ലില്ലദീന താബൂ, തൗബ ചെയ്യുന്നവർക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ. എന്താണ് ഈ താബ യതൂബു തൗബ എന്ന് പറഞ്ഞാൽ എന്താ? താബ എന്ന് അറബിയിൽ പറഞ്ഞാൽ പോയ ആൾ തിരിച്ചു വരിക എന്നാ. അള്ളാഹിൻ്റെ അടുത്തായിരുന്നു ആള്, പിന്നെ പിശാച്ചിൻ്റെ അടുത്ത് കള്ളുകൂടിയും അതൊക്കെ ആയിട്ടാണ് പോയതാ. അള്ളാഹിനെ ഒഴിവാക്കി പോയതാ. പള്ളിയൊന്നും ഇല്ല, നിസ്കാരമൊന്നും നോമ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നതാ. അതാണ് ഈ താബ, ഐ റജഅ, തിരിച്ചു വന്നു, അള്ളാഹിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. തെറ്റ് ചെയ്തു പോയപ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് പോയതല്ലേ, പിശാച്ചിൻ്റെ അടുത്തേക്കല്ലേ പോയത്. അവിടെ നിന്ന് അള്ളാഹിൻ്റെ അടുത്തേക്ക് മടങ്ങി റിവേഴ്സ് യൂട്ടേൺ എടുത്ത് വന്നതാണ്. അതിനാണ് ഈ താബ യതൂബു, തൗബയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക. അതിൻ്റെ ഭാഷാർത്ഥം അതാണ്. തൗബയ്യ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന തെറ്റിന്ന് വിട്ടു നിൽക്കണം,
ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് സങ്കടപ്പെടണം. ഇനി ഒരിക്കലും റബ്ബേ ഞാനത് ചെയ്യില്ല എന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ ശപഥം ചെയ്യണം. ഹക്കടപാടുകൾ വീട്ടും വേണം. ഇതാണ് തൗബ എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെ തൗബ ചെയ്തിട്ട് വീണ്ടും നമ്മൾ തെറ്റിലേക്ക് പോയി വീണ്ടും തൗബ ചെയ്യണം. പക്ഷെ തൗബ ചെയ്യുന്നതിനിടയ്ക്ക് തോന്നരുത് ചാൻസ് കിട്ടിയാൽ ഞാൻ ചെയ്യും, അപ്പോൾ തൗബയാവില്ല. അസ്മ വേണം. ഞാൻ ഒരിക്കലും ചെയ്യൂല റബ്ബെ, പറ്റിപ്പോയി പടച്ചവനെ, തെറ്റ് സംഭവിച്ചു പോയി റബ്ബെ, ഇനി ഞാൻ ചെയ്യില്ല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ അസ്മ ചെയ്യണം. മനസ്സുകൊണ്ട് ഉറച്ച് റബ്ബിനോട് വാക്ക് കൊടുക്കണം. അപ്പോഴേ തൗബയാവും. അങ്ങനെ തൗബ ചെയ്തവർക്ക് അള്ളാഹു ഓർത്തു കൊടുക്കും. അല്ലാതെ അങ്ങനെ വെറുതെ നമ്മൾ ഒന്നും ചിന്തിക്കണില്ല, അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് എണീറ്റ് പോവാണ്. തൗബയല്ല. തൗബ ഖൽബു തൗബത്തു അന്നദം. തൗബ എന്ന് പറയുന്നത് സങ്കടമാണ്. തൗബ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടലാണ്. തൗബ എന്നത് അള്ളാഹിൻ്റെ മുമ്പിൽ സങ്കടപ്പെടലാണ്. തൗബയുടെ പ്രധാനപ്പെട്ട ഭാഗം അതാണ്. മലക്കുകൾ ദുആയിരക്കാൻ ഫഗ്ഫിർ ലില്ലദീന താബു വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. അല്ലാഹുവേ, നിന്റെ മാർഗം പിൻപറ്റുകയും നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി വരികയും ചെയ്ത മുഅ്മിനീങ്ങളെ അല്ലാഹുവേ നീ സ്വീകരിക്കണേ എന്ന് അല്ലാഹുവിന് തെറ്റുപോലും ചെയ്യാത്ത മലക്കുകൾ, അല്ലാഹുവിനെ അനുസരണ മാത്രം ചെയ്യുന്ന മലക്കുകൾ അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നു. കഴിഞ്ഞില്ല, മലക്കുകളുടെ ദുആയാണ് റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്ൻ. അല്ലാഹുവേ, ജന്നത്തു അദ്നിലേക്ക് മുഅ്മിനീങ്ങളെ നീ കടത്തേണമേ. അല്ലതി വഅദ്തഹും, നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് നീ നൽകുന്നു എന്ന് പറഞ്ഞ ജന്നത്തു അദ്ൻ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കണമേ. ആർക്കൊക്കെ? വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ നല്ലവരായ വാപ്പമാരുമ്മമാർ. വാപ്പകളുടെയാണെങ്കിൽ കിട്ടൂല, വാപ്പാക്ക് മയക്കുമരുന്ന പരിപാടി കിട്ടൂല. വമൻ സ്വലഹ, സ്വാലിഹായ വാപ്പാക്കും ഉമ്മാക്കും നീ കൊടുക്കണമേ. വഅസ്വാജിഹിം, അവരുടെ ഭാര്യ ഭർത്താക്കന്മാർക്കും റബ്ബേ സ്വർഗത്തിൽ കടക്കാൻ അവസരം കൊടുക്കണം. കഴിഞ്ഞില്ല. വദുർരിയാതിഹിം, അവരുടെ സ്വാലിഹീങ്ങളായ മക്കളെയും കടത്തേണമേ. വാപ്പ പള്ളിയിലാണ്, വാപ്പ മസ്ജിദിലാണ്, വാപ്പ സ്വായിമാണ്, വാപ്പ ദാക്കിറാണ്. പക്ഷേ മകന് മയക്കുമരുന്ന പരിപാടി, മകൻ തോന്നിവാസത്തിലാണ്, മകൻ മൊബൈൽ കളിച്ചിട്ട് പെണ്ണുങ്ങളിട്ട് ചാറ്റിങ്ങാണ്. കിട്ടൂല. അള്ളാഹിൻ്റെ മലക്കുകൾ ദ്വാരക്കണത് സ്വാലിഹീങ്ങളായ മക്കൾക്ക് മാത്രമാണ്. സ്വാലിഹായ ഭാര്യയ്ക്കും സ്വാലിഹായ ഭർത്താവിനും അള്ളാഹു സ്വർഗ്ഗം. ഇവിടെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് വേഗം സ്ഥലം കാലിയാക്കി പോകേണ്ടി വരും അല്ലേ? പിന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ഇടമേ ഉള്ളൂ. അവിടെ നമുക്ക് വിജയം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? അവിടെ വിജയം കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞു. മുഫ്തി മെങ്ങിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അത് പിന്നെ അതേ സിംബാബ്വേക്കാരനാണ്. കുട്ടികളൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളൊക്കെ മുഫ്തി മെങ്കിനെ ശ്രദ്ധിക്കാറുണ്ടാവും അല്ലേ? മുഫ്തി ഇസ്മായിൽ മെങ്ക്. അപ്പം അദ്ദേഹം ഒരു നിരീശ്വരവാദിയെ കണ്ടപ്പോൾ അയാളോട് സംസാരിച്ച ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ യുക്തിവാദിയല്ലേ, എനിക്ക് ഒന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, തീർന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, മുഫ്തി മെങ്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ലോകമുണ്ട്, ഖബറിൽ ഒരു ജീവിതമുണ്ട്, അവിടെ ശിക്ഷയുണ്ടാകും, രക്ഷയുണ്ടാകും. പടച്ചോനിൽ വിശ്വസിച്ച് അള്ള പറഞ്ഞ പോലെ ജീവിച്ചവർക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയൂ. ഇനി നീ പറഞ്ഞ പോലെയാണ് സംഗതിയെങ്കിൽ, മുഫ്തി മെങ്ക് പറയാം, നീ പറഞ്ഞ പോലെ മരിച്ചാൽ ഒക്കെ തീർന്നു എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല, തീർന്നു എന്നല്ലേ വരുള്ളൂ. ഞാൻ പറഞ്ഞ പോലെയാണ് സംഗതി നടക്കാന്നെങ്കിൽ കുടുങ്ങിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനൊന്നുണ്ടല്ലേ? ഇപ്പോൾ യുക്തിവാദികൾ പറഞ്ഞ പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ മുഅ്മിനീങ്ങൾക്ക് വല്ല നഷ്ടം വരാനുണ്ടോ? ഒന്നും വരാൻ പോണില്ല. മുഅ്മിനീങ്ങൾ പറഞ്ഞതാണ് നടക്കുകയാണെങ്കിൽ അവർ കുടുങ്ങും. മുഅ്മിനീങ്ങൾ സേഫ് സോണിലൂടെ ഓടുന്നത്. അയാൾ പറഞ്ഞു ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്സ്. അങ്ങനെ ഉണ്ടല്ലേ, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അത്രയെങ്കിലും പറഞ്ഞല്ലോ, ആലോചിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഖബറിലൊരു അദാബുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടെ നിഅമത്തും നഈമുമുണ്ട്, ജന്നത്തും അദ്നുണ്ട്, നാളെ ഹിസാബുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി നടക്കണവരാ. അത് ഉറപ്പിച്ചിട്ട് മറ്റേ ഇല്ല എന്ന് ആലോചിക്കാൻ വേണ്ട. അത് യുക്തിവാദികൾ പറയണതാ, ഒരു പല മണ്ടത്തരം പറയും, പോട്ടെ. പക്ഷേ നമ്മൾ പറയുന്നതാണ് സംഭവിക്കുന്നതെങ്കിൽ അതായിരിക്കും സംഭവിക്കുക. ഇൻഷാ അല്ലാഹ് 100% ഹഖൻ ഹഖ കുടുങ്ങും. അപ്പോൾ ആ മനുഷ്യരെ ചിന്തിപ്പിക്കാൻ അദ്ദേഹം ഒരു ഹിക്മത്ത് പ്രയോഗിച്ചതാണ്. നിങ്ങൾ പറഞ്ഞതോ ഞാൻ പറഞ്ഞതോ നിങ്ങൾ വെറുതെ പറഞ്ഞതാ. മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അല്ലാഹു റസൂലും പറഞ്ഞതേ നടക്കൂ, അത് ഉറപ്പാണ്. ഹച്മൻ ബഹ്തൻ ഹഖൻ ഹഖ. അവിടെ ഒന്നും ഒരു നെഗോസിയേഷനും ഇല്ല. പക്ഷേ യുക്തിവാദിയോട് പറയുമ്പോൾ പറയാലോ, നീ പറഞ്ഞതാ നടക്കാമെങ്കിൽ എനിക്കൊരു നഷ്ടം വരാൻ പോണില്ല, അതുകൊണ്ട് കത്തിച്ച് കളഞ്ഞാൽ തീരൂലേ. അയാൾ പറഞ്ഞ് വേറൊരു വിഷയമായിരുന്നു. അവിടെ അയാൾ പറഞ്ഞത് കത്തിച്ച് കളയാണ്, നിങ്ങൾ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അയാൾ പറഞ്ഞ് ക്രിമേറ്റ് ചെയ്തോട്ടെ, കത്തിച്ച് കളഞ്ഞോട്ടെ. അപ്പോൾ മുഫ്തി മെങ്ക് പറഞ്ഞു,
ഞങ്ങൾ മുസ്ലിമീങ്ങൾ മണ്ണിൽ കൊണ്ടുപോയി വെക്കുക ചെയ്യുക. നിങ്ങൾ ഈ കരിച്ചു കളയെന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്ട്രീം ഹീറ്റ് വേണം, അതിന് ഗ്യാസ് ഉപയോഗിക്കണം, കറണ്ട് വേണം, മെഷീനറി വേണം, ഒരുപാട് എനർജി വേസ്റ്റ് ചെയ്യണം. എന്നിട്ട് നല്ലൊരു തടി കൊണ്ട് കത്തിച്ച് കളയാണ്. എന്തൊരു നമുക്ക് ആലോചിക്കാൻ വയ്യ. പിന്നെ ഓരോ മതങ്ങളും അവരുടെ വിശ്വാസം അവരായി, നമുക്കതിലിടപെടാനോ പറയാനോ ഒന്നും നമ്മൾക്ക് അതിൽ അവകാശമല്ല, അത് അവരുടെ മതവിശ്വാസമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഒരു മയ്യത്തിനെ ബഹുമാനിക്കുകയാണ്. ആ ശരീരം കുളിപ്പിച്ച്, ജന്മത്തിൽ കുളിക്കാത്ത മനുഷ്യനാണെങ്കിലും മയ്യത്തായി കുളിപ്പിക്കൂലേ, കുളിപ്പിച്ച് ജന്മത്തിൽ വാഷ് ചെയ്ത് കുപ്പായിട്ടിട്ടില്ല ആൾക്ക് നല്ല കുപ്പായിലിട്ട് കൊടുക്കുക, നല്ല വസ്ത്രം, നല്ല 3 തുണിയിൽ പൊതിഞ്ഞ് ഹനൂത്ത് പുരട്ടി നല്ല റാഹത്തിൽ. മുഅ്മിനാണോ മുസ്ലിമാണോ, മുസ്ലിമീങ്ങളൊക്കെ ദുആയിരക്കും മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. എന്നിട്ട് ഖബറിൽ കൊണ്ടുപോയി ഖിബിലയിലേക്ക് തിരിച്ച് ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, ഇങ്ങനെ കിടത്താൻ എന്ന് പറഞ്ഞിട്ടൂടെ കിടത്തിയിട്ട് ഒരു ജീവിക്കും ഒരു മൃഗത്തിനും മാന്തിയെടുക്കാൻ കഴിയാത്ത വിധം അടച്ച് വൃത്തിയായി മൂടി വെച്ച് തൽക്കീനും ആ മയ്യത്തിന് വേണ്ട എല്ലാ ദുആകളും ചെയ്തു കൊടുത്തിട്ട് വളരെ റാഹത്തിലാക്കി പോരുന്നത്. അതുമാത്രമല്ല, മണ്ണും മനുഷ്യൻ്റെ ശരീരവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട 7ഓളം എലമെൻറ്റ്സ്, അതിൻ്റെ മൂലകങ്ങൾ, അതാണ് മോർ ഓർ ലെസ് മണ്ണിൽ കിടക്കുന്ന സാധനം അതാ. അതുകൊണ്ട് നമ്മുടെ ശരീരം മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ വളരെ എളുപ്പമാണ്. പ്ലാസ്റ്റിക് പോലെയല്ല, പ്ലാസ്റ്റിക് മണ്ണ് ചേരൂല. പക്ഷെ മനുഷ്യ ശരീരം മണ്ണുമായി ഇടപെടും. കാരണം മണ്ണിൽ ഉള്ള സാധനവും നമ്മുടെ തടി കിടക്കുന്ന സാധനവും ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം എല്ലാ തരത്തിലും ശരിവെക്കുന്ന ഒരു വലിയ സത്യമാണത്. അതാ മണ്ണ് കൊണ്ടുവച്ച മണ്ണിലേക്ക് മനുഷ്യൻ്റെ ശരീരം ഇഴുകി ചേരുകയാണ്. മറ്റേത് ചൂടാക്കണ്ടേ, കത്തിക്കണ്ടേ, എത്ര ഹീറ്റ് വേണം, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ആ യുക്തിവാദിയോട് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ ഒരു ക്ലിപ്പുണ്ടായിരുന്നു, സാന്ദർഭികമായി ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹുവേ, നീ വഅദ ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ ജന്നത്തു അദൻ, മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് അവർക്ക് കൊടുക്കണം. അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യ, മക്കൾ, ഭർത്താക്കന്മാരെ, അവരുടെ കുട്ടികൾ, ഇവരിലൊക്കെ സ്വാലിഹീങ്ങൾക്ക് കൊടുക്കണമേ. വഖിഹിമുസ്സയ്യിആത്ത്, അള്ളാഹുവേ എല്ലാവിധ മോശങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അള്ളാഹുവേ നീ അവരെ കാത്തുകൊള്ളണമേ. വമൻ തഖിസ്സയ്യിആതി യൗമഇദിൻ ഫഖദ് റഹിംതഹു, നാളെ പരലോകത്തിൻ്റെ വിഷമങ്ങളിൽ നിന്ന് നീ ആരെയാണോ രക്ഷപ്പെടുത്തുന്നത് അവർക്ക് നീ നൽകുന്ന കരുണയാണല്ലോ റബ്ബേ അത്. വദാലിക ഹുവൽ ഫൗസുൽ അദീം, നാളെ ഒരു പ്രയാസമില്ലാതെ മശ്റയിൽ രക്ഷപ്പെടാൻ കഴിയുക നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ. ഫഅമ്മാ മൻ തഖുലത് മവാസീനുഹു, നമ്മുടെ തുലാസ് നന്മ കൊണ്ട് കനം തൂങ്ങട്ടെ, അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു. തിന്മയുടെ തട്ടാണ് കനം തൂങ്ങുന്നതെങ്കിൽ പരാജയമാണ്. സിറാത്ത് കടക്കാൻ പറ്റണം, കിതാബ് വലത് കയ്യിൽ ലഭിക്കണം, ഹിസാബ് എളുപ്പമാവണം. അല്ലാഹുവേ, നാളെ പരലോകത്തിൻ്റെ പ്രയാസങ്ങൾ നീ ആർക്കെല്ലാം പരിഹരിച്ചു കൊടുക്കുന്നുണ്ടോ ഫഖദ് റഹിംത, നീ അവരോട് കരുണ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളോട് കരുണ ചെയ്യണേ, നാളെ പ്രയാസപ്പെടുത്തരുതേ എന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. മലക്കുകളുടെ ദുആണ് പറഞ്ഞത് മുഴുവൻ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, അത് കഴിഞ്ഞിട്ട് ഈ സൂറത്ത് ഗാഫിറിൻ്റെ 9-ാമത്തെ ആയത്തിൻ്റെ അവസാനം വരെ മലക്കുകളുടെ ദുആയാണ്. ഒന്ന് ആ ദുആ മാത്രം ഓതുകയാണ്. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. ഇത്രയും മലക്കുകൾ നമുക്ക് വേണ്ടി ദുആയിരക്കുക. ആ പറഞ്ഞ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ ഒരു ഹദീസ് പറയുന്നുണ്ട്, മാ മിൻ ദുആഇൻ അഹബ്ബു ഇലല്ലാഹി മിൻ അൻ യഖൂലൽ അബ്ദ്, ഒരു മനുഷ്യൻ ചൊല്ലുന്ന ദുആകളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള ദുആ ഏതാണെന്നറിയോ? ഏറ്റവും ഇഷ്ടമുള്ള ദുആ ഏതാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുഞ്ഞുകോയ തങ്ങളെ കാര്യം പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട തങ്ങൾ സയ്യിദ് അവറുകൾ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തങ്ങൾ വലിയ ഊരവേദനയും കയ്യിനും എന്തോ ഒരു പ്രയാസമൊക്കെ ഉണ്ട്, അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും
ഷായിഖന്മാർ, നമ്മുടെ നേതാക്കന്മാർ, സയ്യിദന്മാർ, ദീനിൻ്റെ ഖാദിമീങ്ങൾ, അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. ഉമ്മത്തിൻ്റെ വിഷയമാണ് ഉമ്മത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ വരണം. എൻ്റെ കാര്യം, ഞാൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ പനി, എൻ്റെ കുട്ടീൻ്റെ അസുഖം, എൻ്റെ ജോലി, എൻ്റെ കച്ചവടം, അവിടെ നിന്ന് ഒരൽപ്പം കൂടെ മുന്നോട്ട് പോവുക. എൻ്റെ നാട്ടുകാരുടെ വിഷയം, റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിൻ്റെ വിഷയം, നമ്മുടെ രാജ്യത്തിൻ്റെ വിഷയം, ലോക മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ, ലോക മനുഷ്യരുടെ വിഷയം, ലോകത്തിൻ്റെ വിഷയം, നമ്മുടെ ദായിറ, നമ്മുടെ ഈ സർക്കിൾ ഇങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് അള്ളാഹു നമ്മെ ഉയർത്തിക്കൊണ്ടിരിക്കും. അല്ല, നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിന് അത് വലിയ ഇഷ്ടമല്ല. സ്വന്തം കാര്യം മാത്രം പറയാം. കഴപ്പത്തിങ്ങ് പോയിട്ട് ഫുലൂസ് എന്ന് പറഞ്ഞാൽ ഒരു കഴപ്പത്തിൽ അള്ളാഹു വൈസറിനെ എന്ന് വരുന്ന സംഭവം കണ്ടില്ലായിരുന്നു. ഫുലൂസ് അള്ളാഹു ഫുലൂസ് പഠിച്ചവനോട് പൈസ ചോദിക്കുക. ഹർമിൻ്റെ അടുത്ത് നിന്ന്, കഴപ്പിൻ്റെ മുമ്പ് സാധുവാണ്. ചോദിക്കേണ്ടത് മഗ്ഫിറത്താണ്. നമുക്ക് ചോദിക്കാം, നമ്മുടെ മക്കൾക്കും മാതാപിതാക്കൾക്കൊക്കെ ചോദിക്കാം. കൂട്ടത്ത് ആർക്ക് ചോദിക്കണം? ഉമ്മത്തു റസൂലുള്ളാഹ്, ഉമ്മത്തു റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ഇരക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ ഹബീബിനെ വിശ്വസിക്കുന്ന ആളുകൾ അവരാണ് ഉമ്മത്തു റസൂലുള്ളാഹ്, ഉമ്മത്തുൽ ഇജാബ, തങ്ങൾക്ക് ഇജാബത്ത് കൊടുത്ത ആളുകൾ. തങ്ങളുടെ കാലശേഷം ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മനുഷ്യർ നബിയുടെ ഉമ്മത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ ഉമ്മത്തു ദഅവ, ദഅവത്തിൻ്റെ ഉമ്മത്താണെന്ന് പറയും. പക്ഷേ ഇജാബത്തിൻ്റെ ഉമ്മത്ത് മുഅ്മിനീങ്ങളാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതാണ് ഈ ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ ദുആഇൻ അഹബ്ബു ഇലല്ലാഹി മിൻ അൻ യഖൂലൽ അബ്ദ് അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ റഹ്മതൻ ആമ്മ. അല്ലാഹുവിന് ഏറ്റവും വലിയ ശ്രേഷ്ഠം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ ദുആ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ ദുആ, അല്ലാഹുമ്മ അർഹം ഉമ്മത മുഹമ്മദിൻ റഹ്മതൻ ആമ്മ. അല്ലാഹുവേ, ഹബീബായ നബിയുടെ ഉമ്മത്തിന് നീ മൊത്തമായ റഹ്മത്ത് കൊടുക്കണമേ. റസൂലുള്ളാഹിന്റെ ഉമ്മത്ത്, അതിൽ ബംഗാളി, നേപ്പാളി ഒക്കെ പെട്ട് ഏത് രാജ്യക്കാരനാണെങ്കിലും അവരൊക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളാണ്. നാട്ടിലൊക്കെ പണിയെടുക്കാൻ വരുന്ന നേപ്പാളികളിലൊക്കെ ഇല്ലേ, ബംഗാളികളൊക്കെ ഉണ്ടാവില്ലേ, അത് കുറേ ഹാഫിലിങ്ങളും നല്ല നല്ല രസമുള്ള പേരുള്ളവരൊക്കെ കാരണം സാധുക്കളാണ്. വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ക്രിമിനൽസ് ഉണ്ടാവുക എല്ലാത്തിലും എല്ലായിടത്തും ഉണ്ടാവില്ല, കുറച്ച് കച്ചറകൾ എല്ലായിടത്തും ഉണ്ടാവും. നമ്മുടെ നാട്ടിലില്ലേ, അതെ, അവരൊക്കെ മോശക്കാരാന്ന് ഒരിക്കലും വിചാരിക്കരുത്. ആരെ പറ്റി സ്റ്റീരിയോടൈപ്പ് ചെയ്യരുതെന്നാണ്. ഒരു നാട്ടുകാർ മൊത്തം അങ്ങനെ കച്ചറയാണ്, എല്ലാവരും മോശക്കാരാണ്, അങ്ങനെ പറയരുത്. ഇവരൊക്കെ നല്ല മുഅ്മിനീങ്ങളുണ്ടാവും. അവർക്ക് ഇൽമു കിട്ടാത്ത, നമ്മളൊക്കെ മദ്രസ പോയിട്ടില്ലേ, ആ സാധുക്കൾക്ക് മദ്രസ കിട്ടിയിട്ടില്ല, അവർക്ക് എങ്ങനെ നിസ്കരിക്കേണ്ടെന്ന് അറിയില്ല. പിന്നെ എങ്ങനെ നമ്മളവരെ കുറ്റം പറയാം? അവരെടുത്തിട്ട് നീ ഫാത്തിഹ ഓദിക്കുക, നീ റുക്ക് കുനൂത്ത് ചൊല്ലിക്കുക, അവർക്കത് കിട്ടുമോ? നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലേ ഞാൻ അവർക്ക് അറിയുള്ളൂ. അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്, അങ്ങനെ വിചാരിക്കണം. അപ്പോഴേ ഈമാൻ പൂർത്തിയാവുള്ളൂ. അല്ല നമ്മുടെ നാട്ടുകാർ, നമ്മുടെ മഹല്ലേർ, നമ്മുടെ സംഘടനക്കാർ, അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് മൊത്തമായി റഹ്മത്ത് കൊടുക്കണം എന്നാണ്. എല്ലാവർക്കും വഴിവഴിച്ചു പോകണമല്ലോ, അവർക്ക് ഹിദായത്തിന് വേണ്ടി ഇങ്ങനെ ദ്വാരക്കാല നമ്മൾ. അവരൊക്കെ ഉമ്മത്തുൽ ഖിബിലയല്ലേ, ഖിബിലാക്ക് നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ, 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരല്ലേ. പിന്നെ അവർക്ക് പലതരത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാവും. ആ പിഴവ് തിരുത്താൻ വേണ്ടി ദ്വാരക്കണം. എന്നല്ല അവൻ പിഴച്ചു പോകാൻ നരകത്തേക്ക് പോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അവരൊക്കെ അത് തിരുത്തിയിട്ട് അഹ്ലുസുന്നയുടെ അഖീദയിലേക്ക് വരണം. അതിന് നമ്മൾ അവരോട് റഹ്മത്ത് കാണിക്കണ്ടേ? എങ്ങനെ റഹ്മത്ത്? അല്ലാഹ് നീ അവർക്ക് ഹിദായത്ത് കൊടുക്കുക റബ്ബേ. അള്ളാഹു അവർക്ക് തെറ്റിപ്പറ്റിപ്പോയ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി നന്നാക്കി കൊടുക്കുക പഠിച്ചോനെ എന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴല്ലേ അത് കരുണയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വഴിക്ക് തിരിഞ്ഞു നോക്കണില്ലല്ലോ. ഓൻ പോയി നരകത്തേക്ക് പോയി, എന്നാൽ പോയാൽ നീ വാടോ, തിരിച്ചു വാ എന്നൊരു വിളി നമുക്ക് വിളിക്കാൻ പറ്റണ്ടേ? അതല്ലേ റഹ്മത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിന്റെ വീട്ടിൽ ചെല്ലുക രാത്രി നേരം. എന്നിട്ട് അബൂജഹലിന്റെ വാതിൽക്കൽ മുട്ടുക. അപ്പോൾ അബൂജഹൽ ഉള്ളെന്ന് പറയുന്നുണ്ട്, ഈ പാതിര നേരത്താരെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സഹായിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടല്ലേ ഈ പാതിരാക്കി എൻ്റെ വീട്ടിൽ വരുന്നത്. ലാൻസുറന്ന, ആ വാതിൽ തുറന്ന് ആരാണോ ഞാൻ കാണുന്ന മൂപ്പർ എന്ത് ഞാൻ സഹായിക്കും. അപ്പോൾ നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്തെങ്കിലും വന്നു എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറയാ, അഷ്റഫുൽ ഖൽക്ക് പറയാ, അംർ ഇബ്നു ഹിഷാമേ, ഖുർആൻ സത്യമാണെന്ന് നിങ്ങൾക്കറിയാലോ, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത് ആൾക്കാരെ മുമ്പിൽ പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടാവും. നിങ്ങളിപ്പോൾ വീട്ടിൽ ഞാനും നിങ്ങളല്ലേ ഉള്ളൂ, സ്വകാര്യമല്ലേ, നിങ്ങളൊന്ന് കലിമ ചൊല്ലി മുസ്ലിം ആയിക്കോളി, നാളെ രക്ഷപ്പെടും. ഇതിപ്പോൾ ആരും അറിയണ്ട. നിങ്ങൾക്ക് പരസ്യമായിട്ട് പറയാൻ മടിയുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് കലിമലിക്കോളൂ, അത് ചൊല്ലിത്തരാനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹബീബായ നബിയുടെ റഹ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ കൗമിൽ തന്നെ പെട്ട ആളുകളോട് നമ്മൾ എങ്ങനെയാണ് മനസ്സുകൊണ്ട് പെരുമാറുന്നത് നമ്മൾ ആലോചിക്കാൻ. നമ്മൾ ചെയ്യുന്നത് തെറ്റ് നമ്മൾ തിരുത്തണം. അതിനല്ലേ ഈ ഉലമാ ഇവിടെ, അതിനല്ലേ പണ്ഡിതന്മാർ, അതിനല്ലേ കിതാബും സുന്നത്തും. നമ്മൾ തെറ്റും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ മാസൂമികളൊന്നും അല്ലല്ലോ. തെറ്റ് പറ്റും, തെറ്റ് തിരുത്തണം. തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ തിരുത്തണം. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. നമ്മുടെ ഖൽബിൽ മുഅ്മിനീങ്ങളോട് റഹ്മത്തുൻ ആമ്മ, പരസ്യമായ റഹ്മത്ത് മുഅ്മിനീങ്ങളോട് കാണിക്കണം.
ആരാ മുഅ്മിന്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഷഹാദത്തിന്റെ അഹ്ലുകാർ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദുആ ഏതാണ്? അഹബ്ബു ദുആ ഇലല്ലാഹ്. അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹ് ഉത്തരം തരും. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ചില ചോദ്യം അതിന് അള്ളാഹ് ഉത്തരം തരും, ഉറപ്പാണ്. ആ പറയുന്നത് നമ്മളും പെടൂലേ? അല്ലാഹുമ്മ റഹം ഉമ്മത മുഹമ്മദിൻ റഹ്മതൻ ആമ്മ. അള്ളാഹുവേ, ഹബീബായ നബിയുടെ ഉമ്മത്തിന് പരസ്യമായ റഹ്മത്ത് നീ നൽകണമേ, മൊത്തമായ റഹ്മത്ത് നീ കൊടുക്കണമേ. അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു റഹ്മത്ത് തരട്ടെ. മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. മുഅ്മിനീങ്ങളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേണ്ടി ആരെങ്കിലും പൊറുക്കലിനെ ചോദിച്ചാൽ കുല്ല യൗമിൻ 27 മറ, ഒരു ദിവസം 27 തവണ, ഒരു ദിവസം 27 തവണ അള്ളാഹുവേ എല്ലാ മുഅ്മിനും പുറത്തു കൊടുക്കണേ, എല്ലാ മുഅ്മിനാത്തിനും പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുകയെന്നറിയോ? നിങ്ങളുടെ ദുആക്ക് അള്ളാഹു ഉത്തരം തരും. കാന മിനല്ലദീന യുസ്തജാബു ലഹും. ദുആക്ക് ഉത്തരമുള്ള ആളുകളിൽ നിങ്ങൾ പെടും. ദുആക്ക് ഉത്തരമുള്ള ആളുകളായി നിങ്ങൾ മാറും. അതിനെന്താ പറഞ്ഞത്? 10 ഹജ്ജ് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഉമ്മത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും വേണ്ടി ഒരു ദിവസം 27 തവണയെങ്കിലും നിങ്ങൾ ദുആ ഇറക്കണം. വയുർസഖു ബിഹിം അഹ്ലുൽ അർളി. അങ്ങനെ ദുആ ചെയ്യുന്ന ആളുകൾ കാരണം അവരുടെ പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു റിസ്ക് നൽകും. അല്ലാഹ് റിസ്ക് തരും. നാട്ടിൽ പട്ടിണി ഉണ്ടാവില്ല. എന്ത് ചെയ്യണം? ഉമ്മത്തിന് വേണ്ടി ദുആ ഇറക്കണം. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. സ്വന്തം കാര്യം പറഞ്ഞു പോകരുത്. ഉമ്മത്തിന് വേണ്ടി ദുആ ഇറക്കുക. അല്ലാഹു ഉമ്മത്തിനെ സംരക്ഷിക്കട്ടെ. അല്ലാഹു ഉമ്മത്തിനെ സംരക്ഷിക്കട്ടെ. ഉമ്മത്തിന് അല്ലാഹുവിൻ്റെ ഹിഫ്ള് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹ്, മുസ്തജാബു ദഅവയായ സൂഫി വര്യനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. ഇറാഖ് ലോകത്തിന് സമ്മാനിച്ച മുസ്തജാബു ദഅവ, ദുആക്കുത്തരമുള്ള മഹാൻ. അവരുടെ ചില ചരിത്രങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. പല സംഭവങ്ങളിലും ആ ഒരു ബോട്ട് പോണ കുട്ടികളെ മുക്കണേ എന്ന് പറഞ്ഞത് വരക്കാൻ പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ് ദുനിയ ഫഫരിഹും ഫിൽ ആഖിറ എന്ന് ദുആ ചെയ്ത മഹാൻ. നന്നായി കൊടുക്കണേന്ന്, അല്ലാഹ് ഹിദായത്ത് കൊടുക്കണേന്നാണ് പറഞ്ഞത്. ആ ചരിത്രം കേട്ടിട്ടുണ്ടോ? എന്നാലും ഒന്ന് പറയാം, ഓർമ്മിപ്പിക്കല്ലേ, മറന്നുപോയതാണെങ്കിലോ. ദിജ്ലയിലൂടെ ടൈഗ്രീസ് നദി, ഇറാഖിലൂടെ ഒഴുകുന്ന നദിയാ ടൈഗ്രീസ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ അങ്ങനെ മഹാനവറുകളും മുരീദന്മാരും നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ അണിയിച്ചൊരുക്കി വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് ചെറുപ്പക്കാർ പാട്ടും പാടി കള്ളും കുടിച്ച് ഇങ്ങനെ പോവുകയാണ്. നല്ല ഒരു തിമർത്താടുന്ന ഒരു പാർട്ടി അവിടെ നടക്കുന്നത്. മഹാനവറുകളും മുരീദന്മാരും മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവിടെ. അപ്പോൾ മുരീദന്മാർ പറഞ്ഞു, ഒരു ദ്വാരന്ന അപ്പം ഉത്തരം, വായെന്ന് വീണ ഉടൻ ഉത്തരം. അങ്ങനെയുണ്ട് ചില ആളുകൾ. അള്ളാഹുവിൻ്റെ ചില ഖവാസായ അള്ളാഹുവിൻ്റെ ചില ഇബാദ്, അങ്ങനെ ഇബാദുല്ലാഹിൽ മുഖ്ലസ്വീൻ, മുഖ്ലിസ്വീങ്ങളുണ്ട്, മുഖലസ്വീങ്ങളുണ്ട്. മുഖലസ്വീങ്ങൾ മുസ്തജാബു ദഅവകളാണ്. മഹാൻ അങ്ങനെയാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. അപ്പോൾ അവർ പറയാൻ, ഷെയ്ഖ് അവറുകളെ ആ ചക്കന്മാരെ മുഴുവൻ ഒന്ന് മുക്കി താഴ്ത്താൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കോ, അവരൊക്കെ ഒന്ന് നശിച്ച് കിട്ടിയ ഈ നാട് നന്നാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിൻ്റെ ലോബി ഉണ്ടാവും. പറയാം, ഒരു രണ്ടാളൊന്നല്ല, അതൊരു ലോബിയ സംഘം, അതിൻ്റെ പല കണക്ഷൻസ് ഉണ്ടാവും. ഇവരൊക്കെ നശിച്ചാൽ ഈ നാട് നന്നാവുന്ന അങ്ങനെ നമുക്ക് തോന്നും ചിലപ്പോൾ. പക്ഷെ അവരൊക്കെ നന്നായാൽ നാട് അതിലേറെ ഉഷാറാവില്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ട? അങ്ങനെയല്ലേ? അവർ നന്നായാൽ ഈ സമൂഹത്തിന് പോസിറ്റീവ് എനർജി അല്ലേ? അവരുടെ ഊർജം, അവരുടെ എല്ലാ കഴിവും, അവരുടെ സിദ്ധിയും ദീനിനും നാടിനും രാജ്യത്തിനും സമൂഹത്തിനും സർവ്വ മനുഷ്യർക്ക് ഉപകാരപ്പെടൂലേ? ഇതിപ്പോൾ മുഹദറായി പോവല്ലേ, ഒരാൾക്ക് ഉപകാരപ്പെടാതെ. അങ്ങനെ മയക്കുമരുന്നടിച്ച് ഇങ്ങനെ കിടക്കല്ലേ ഏതോ സ്വപ്ന ലോകത്ത്. ബോധമല്ലല്ലോ. അവർക്ക് ബോധവും കഴിവും തിരിച്ചു വന്നാൽ അതല്ലേ വേണ്ടത്. മഹാനോട് ദ്വാരക്കാൻ പറഞ്ഞു, മഅറൂഫുൽ ഖർഖി തങ്ങളെ ആ ബോട്ടിൽ പോകുന്ന മക്കളെ ഒന്ന് നശിപ്പിക്കാൻ ദ്വാരക്ക് ഞങ്ങൾ ആമീൻ പറഞ്ഞേക്കാന്ന്. അമ്മീനു ആമീൻ പറഞ്ഞോളി, ഞാൻ ദ്വാരക്കാൻ. അല്ലാഹുവേ കമാ ഫറഹ്തഹും ഫിദ് ദുനിയ, ദുനിയാവിൽ അവർക്ക് ചിരിക്കാനും സന്തോഷിക്കാനും റബ്ബേ നീ അവസരം കൊടുത്തില്ലേ, ഫഫരിഹും ഫിൽ ആഖിറ, നാളെ ആഖിറത്തിലും അവർക്ക് സന്തോഷം കൊടുക്കണേ. വിരുദ്ധന്മാർ എന്താ ആമീന്നാ പറയണ്ടേ, എന്താ അത് പറയേണ്ടത് കുടുങ്ങിപ്പോയി. മഹാൻ പറയുന്നത് എന്താ? ആഖിറത്തിൽ സന്തോഷിക്കണമെങ്കിൽ ഇവിടെ നന്നാവണം. അപ്പോഴെല്ലാം ആഖിറത്ത് സന്തോഷിക്കാൻ പറ്റുള്ളൂ. കള്ളുടിമാരവിടെ നന്നാക്കോ? അല്ലാഹ് സ്വർഗം കൊടുക്കോ? ഇല്ല. അവർ നന്നാവണം. പടച്ചവനെ നീ അവരെ നന്നാക്കി കൊടുക്കണേ എന്നാണ് മറ്റൊരു ഭാഷയിൽ ഈ മഹാനവറുകൾ ദ്വാരക്കണത്. അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ അങ്ങനെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദ്വാരക്കില്ല. ശത്രുക്കൾക്കെതിരെ ദ്വാരക്കാൻ പറ്റും. പക്ഷേ ഈ ഉമ്മത്തിൽ വഴിപിഴച്ചു പോയ ആളുകൾക്കെതിരെ അവരെ നശിപ്പിക്കണേ, അങ്ങനെ നരകത്ത് കൊണ്ടുവരണേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. റഹ്മത്തുൻ ആമ്മ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ റഹം ഉമ്മത മുഹമ്മദിൻ റഹ്മതൻ ആമ്മ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ദുആ അതാണ്. അല്ലാഹുവേ ഈ ഉമ്മത്തിന് നീ പരിപൂർണമായ വ്യാപകമായ റഹ്മത്ത് കൊടുക്കണമേ. മഅറൂഫുൽ ഖർഖി തങ്ങൾ പറയാം, മൻ ഖാല കുല്ല യൗമിൻ അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തിന് നന്മ നൽകണേ, നന്നാക്കണേ. അല്ലാഹു